നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്ത ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. ഹരിപ്പാട് പോലീസ് പിടികൂടി കസ്റ്റംസിനെ വിവരം അറിയിക്കുകയായിരുന്നു. 50 കിലോഗ്രാം ഭാരം വഹിക്കാവുന്നതും 20 ലക്ഷം രൂപ മൂല്യമുള്ളതുമാണ് ഈ പിടിച്ചെടുത്ത ഡ്രോണുകൾ. എസ് രാഗിനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗിൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അനശ്വര, ഇത്തരത്തിലൊരു ഡ്രോൺ ഉപയോഗത്തെ സംബന്ധിച്ച് കസ്റ്റംസിന് നേരത്തെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം വിവരങ്ങൾ പോലീസിന് പാസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധ ഉപയോഗം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹരിപ്പാട് പോലീസിന്റെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത്. തുടർന്ന് ഹരിപ്പാട് പോലീസ് ഇത് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അങ്ങനെ ഡീറ്റെയിൻ ചെയ്തു, തടഞ്ഞു വെച്ചു. തുടർന്ന് കസ്റ്റംസിന് വിവരം അറിയിച്ചു. കസ്റ്റംസ് സംഘം ചെന്ന് പരിശോധന നടത്തി. അപ്പോൾ ഇത് നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്തതാണ്, ചൈനീസ് നിർമ്മിത ഡ്രോണുകളാണ് എന്ന കാര്യം കസ്റ്റംസ് സ്ഥിരീകരിച്ചു. 962 ആക്ട് പ്രകാരം, കസ്റ്റംസ് ആക്ട് പ്രകാരം ഇത് പ്രൊഹിബിറ്റഡ് ആണ്. മാത്രമല്ല, ഇത്തരം ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അനുമതിയും ആവശ്യമാണ്. അപ്പോൾ ഇത്തരം വയലേഷനുകൾ ഇതിൽ ഒട്ടനവധി കണ്ടെത്തി. മാത്രമല്ല, ഇത് 50 കിലോഗ്രാം വരെ ഈ ഭാരം വഹിക്കാനുള്ള ശേഷിയുള്ള ഡ്രോണുകളാണ്. കൂടാതെ 20 ലക്ഷത്തോളം രൂപ മൂല്യവും വരും. ഇത് ആരുടെ കൈവശമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യവും കസ്റ്റംസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർക്ക് നോട്ടീസ് കൈമാറി എന്നതാണ് കൊച്ചിയിലെ കസ്റ്റംസ് സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത ദിവസം കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി ഇത് എങ്ങനെയാണ് കൈവശം വന്നത്, ഇതിന്റെ ഉപയോഗം അനധികൃതമായി എന്തുകൊണ്ട് നടത്തി തുടങ്ങിയ ഒട്ടനവധി വശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനും സ്ഥിരീകരിക്കാനും ഒക്കെയുണ്ട്. അതിന്റെ ഭാഗമായി ഇവരെ ചോദ്യം ചെയ്യലിന് ഇപ്പോൾ കസ്റ്റംസ് വിളിച്ചിരിക്കുകയാണ്. ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കസ്റ്റംസ് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. രാഗൻ, ആർക്കാണ് നോട്ടീസ് നൽകിയത്? ഇത് ആരുടെ കൈവശമാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് പറയുന്നുണ്ടോ? അത് ഈ ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങൾ കസ്റ്റംസ് സംഘം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ കസ്റ്റംസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഡ്രോൺ, ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. ഇത് ഇവരോട് മറ്റു രേഖകൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിന്റെ സാഹചര്യം എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ഈ ചോദ്യം ചെയ്യലിനാണ് വിളിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം കൊച്ചിയിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് കസ്റ്റംസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി.